ഹാർഡ് ഇയർ സ്കീം 2024 നമ്മളുടെ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ, അതായത് 29 നമ്മൾക്ക് വരുവാണ്. സോ അതിനുശേഷം അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലുള്ള കംപ്ലയിൻറ്റുകളൊക്കെ പരിഹരിച്ചിട്ട്, അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് 29 നമ്മളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് വരുവാണ്. സോ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ഓർക്കുക, നമ്മൾ 2023 വരെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലെടുത്ത് പറയാനുള്ളൊരു കാര്യം, അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് നേരത്തെ പറഞ്ഞേക്കാം. അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കൂടുതൽ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2023 വരെ ഈ MBBSൻ്റെയും BDSൻ്റെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. 24-ലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 24-ലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എൻട്രൻസ് കമ്മീഷണറുടെ നോട്ടിഫിക്കേഷനിൽ എന്താണോ പറഞ്ഞേക്കുന്നത്, നമുക്ക് ആ ഒരു ടൈമിൽ പറയാം, ആ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. മേ ബി ഇതുപോലെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമില്ല. പക്ഷെ ഞാനത് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ആ ഒരു ടൈമിൽ വരുന്ന നോട്ടിഫിക്കേഷൻ എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 29 അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്നുള്ളത് നമ്മളുടെ പ്രൊഫൈലിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റും. നമുക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നമ്മുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച ഏത് കോളേജിലാണ്, ഏത് കാറ്റഗറിയാണ്, ഇനി MBBSനാണോ BDSനാണോ, അത് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നമ്മൾക്ക് എൻട്രൻസ് കമ്മീഷൻ അടയ്ക്കേണ്ട ടോക്കൺ ഡെപ്പോസിറ്റ്, അപ്പോൾ എല്ലാവരും അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും എൻട്രൻസ് കമ്മീഷർക്ക് ടോക്കൺ ഡെപ്പോസിറ്റ് അടയ്ക്കണം. നമ്മുടെ സീറ്റ് അത് നമ്മൾ കൺഫേം ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു ടോക്കൺ ഡെപ്പോസിറ്റ് അടയ്ക്കണം. അത് എത്രയാണെന്നുള്ളത് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ നമ്മൾ MBBSൻ്റെയോ BDSൻ്റെയോ ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റുകളാണ് നമുക്ക് കിട്ടിയേക്കണമെങ്കിൽ ആ ഒരു ഗവൺമെൻറ് ഫീസ് ഫുള്ളും നമ്മൾ അടയ്ക്കണം. ലൈക്ക് ഇപ്പോൾ MBBSനാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം വരെ 23,000 സംതിങ് ആയിരുന്നു. ആ ഒരു എമൗണ്ട് അടയ്ക്കണം. ഈ വർഷത്തെ എന്തെങ്കിലും ഫീസ് ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തെങ്കിലും ഗവൺമെൻറ് ഓർഡർ എന്തെങ്കിലും വരുവാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങളോട് പറയും. വ്യത്യാസം വരുവാണെങ്കിലും ഗവൺമെൻറ് ഫീസിലൊക്കെ 1,000 അതിൽ കൂടുതലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ MBBS സീറ്റാണെങ്കിൽ 23,000 സംതിങ് രൂപ ടോക്കൺ ഡെപ്പോസിറ്റ് ആയിട്ടും, BDS സീറ്റാണെങ്കിൽ ഒരു 21,000 അടുത്തുള്ള ഒരു എമൗണ്ടുമാണ് നമ്മൾ ടോക്കൺ ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഈ ബാക്കി എന്തെങ്കിലും PTO ഫീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അടയ്ക്കുവാണ് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടിയവർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു പ്രൈവറ്റ് MBBSൻ്റെയോ അല്ലെങ്കിൽ BDSൻ്റെയോ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണമെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് എമൗണ്ട് അടയ്ക്കേണ്ടതെന്ന്. ആ ഒരു എമൗണ്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് കേട്ടോ. ഇനി ഫീ കൺസെഷനുള്ള കുട്ടികളുടെ കാര്യം കൂടി പറയാം. ഫീ കൺസെഷനുള്ള SC ST OEC അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ മക്കൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് സാധാരണ ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് വരാറുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾ മൈനോറിറ്റി സീറ്റുകളിലും, അതായത് MES ഒക്കെ പോലുള്ള മൈനോറിറ്റി കോളേജുകളിലെ മൈനോറിറ്റി സീറ്റ്, സാധാരണ മെറിറ്റ് സീറ്റ് അല്ല, മൈനോറിറ്റി സീറ്റ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്ത് അങ്ങനെ ആ ഒരു മൈനോറിറ്റി സീറ്റിലേക്കോ അല്ലെങ്കിൽ NRI എന്നുള്ള ഓപ്ഷൻ, NRI ഉള്ളവർക്ക് NRI എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അങ്ങനെയുള്ള ഇത് കിട്ടിയവർക്കോ ആണെങ്കിൽ, നിങ്ങൾ ഫീ കൺസെഷൻ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ആ ഒരു സാധാരണ മറ്റുള്ള കുട്ടികൾ കൊടുക്കുന്ന ഫീസ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെല്ലാവരും തന്നെ എൻട്രൻസ് കമ്മീഷനൊക്കെ അടക്കാനുള്ള ഫീസ് അടക്കണം. അതിനുശേഷം നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. സാധാരണ നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തവരാണെങ്കിൽ അറിയാം, നമ്മൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ്. പക്ഷേ MBBSൻ്റെയും BDSൻ്റെയും അല്ലെങ്കിൽ മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾ എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ നിങ്ങൾക്ക് അടക്കാം. അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുകയും കൂടി വേണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ടെൻഷനുള്ള വക ഉണ്ടാവാം എന്നുള്ളത് പറഞ്ഞല്ലോ, അതെന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത് 2/8/2023
ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് 29-ാം തീയതി വരും എന്ന് പറയുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം വന്നത് 2/8/2023 ഓക്കെ. അപ്പോൾ ആ ഒരു 2-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നെങ്കിലും നമ്മളുടെ പ്രൊഫൈലിൽ നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കാണാൻ പറ്റിയതും അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നതും എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടക്കാൻ പറ്റിയതും 4-ാം തീയതി മുതലായിരുന്നു. മനസ്സിലാവണ്ട. അപ്പോൾ ഇൻ കേസ് ഇന്ന് ഈ തവണ 29-ാം തീയതി വന്നു, 29-ാം തീയതി തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ കാണുന്നില്ല, ഫീസ് അടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവണ്ട. ആ ഒരു നോട്ടിഫിക്കേഷനിൽ എൻട്രൻസ് കമ്മീഷണർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കുട്ടികളത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ പാനിക് ആവുകയെ എനിക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കാണുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഫീസ് അടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടോ, എത്രാം തീയതി മുതലാണ് ഫീസ് അടക്കാൻ പറ്റുന്നത്, ചിലപ്പോൾ ആ ദിവസമായിരിക്കുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വരാനുള്ള ചാൻസും ഉള്ളൂ. മനസ്സിലാവണ്ടോ? അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫീസ് അടച്ചിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഫീ പേ ടു സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫീസ് അടച്ചതാണെങ്കിൽ ആ ഒരു ഫീസും കൂടി അവിടെ കാണിക്കും. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് എടുക്കണം കേട്ടോ. ഓൺലൈനാണ് അടയ്ക്കണമെങ്കിൽ റെസിപ്റ്റ് എടുക്കണം. ഇപ്പോൾ നമ്മൾ ചെല്ലാനാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ 2 ചെല്ലാൻ, ഒരെണ്ണം പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് ഒരെണ്ണം നമുക്ക് ചെയ്യും. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുമല്ലോ, അഡ്മിഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മൾ എൻട്രൻസ് കമ്മീഷൻ അടച്ച ഫീസിൻ്റെ റെസിപ്റ്റ്. അപ്പോൾ ഫീസ് അടക്കുമ്പോൾ ഓൺലൈൻ ആണെങ്കിലും ആ ഒരു റെസിപ്റ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഫീസ് അടക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു ഡേറ്റിൽ തന്നെ നമുക്ക് ഫീസ് അടക്കാനൊക്കെ സാധിച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 1-ാം തീയതി തുടങ്ങിയാണ് സാധാരണ ഇനി കോളേജിൽ ഇപ്പോൾ 29-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നാലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് 1-ാം തീയതി മുതലായിരിക്കും ചിലപ്പോൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ, നമുക്ക് അറിയത്തില്ല. എൻട്രൻസ് കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളെല്ലാവരും തന്നെ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. പിന്നെ ഡേറ്റ ഷീറ്റിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കട്ടെ. ഡേറ്റ ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഡേറ്റ ഷീറ്റ് വേണമെന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രൊഫൈലിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഡേറ്റ ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാവർക്കും കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് 2-3 കോപ്പി എടുത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കാര്യവും പറയാം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഫേസിൽ കിട്ടിയ കോളേജ് തന്നെ എടുക്കുവാണ്, നിങ്ങൾക്കിനി മാറ്റമൊന്നുമില്ല, ഇവിടെ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ഫേസിൽ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി 2-3 വെച്ചേക്കാം. നിങ്ങൾക്ക് ഇനി സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി നിങ്ങൾ കോളേജിൽ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരെണ്ണം നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കാനൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഡേറ്റാ ഷീറ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് വെക്കുക കേട്ടോ. അതുപോലെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നമ്മൾ കോളേജിൽ കൊടുക്കുവാണ്. പിന്നെ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എന്താണോ കോഴ്സ് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് കിട്ടുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ആവശ്യമുണ്ട്. സോ ആ കോപ്പീസൊക്കെ സൂക്ഷിച്ച് വെക്കാം. പിന്നെ മിക്ക കോളേജസും നിങ്ങളുടെ അടുത്ത് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പീസ്, എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഗസറ്റഡ് ഓഫീസർ സൈൻ ചെയ്ത ഫോട്ടോ കോപ്പീസ് ആയിരിക്കും ചില കോളേജുകൾ ആവശ്യപ്പെടുന്നത്. സോ നിങ്ങളെല്ലാ സർട്ടിഫിക്കറ്റുകളും ഒന്ന് ഗസറ്റഡ് ഓഫീസറെ കൊണ്ടൊന്ന് സൈൻ ചെയ്ത് വെച്ചേക്കാം. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. ചില കോളേജസ് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറയും, പക്ഷേ ചിലവർ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് തന്നെ ഒപ്പിടിക്കണം അല്ലെങ്കിൽ സൈൻ ചെയ്യിക്കണം അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്യിക്കണം എന്ന് പറയാറുണ്ട്. സോ നിങ്ങളുടെ ഈ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പീസ് 2-3 ഒന്ന് ഗസറ്റഡ് ഓഫീസറെ കൊണ്ടൊന്ന് സൈൻ ചെയ്തൊക്കെ വച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ ഒരു ടൈമിൽ കിടന്ന് ഓടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അലോട്ട്മെൻറ്റ് വരുന്നു, നമ്മൾ എൻട്രൻസ് കമ്മീഷൻ അടക്കാനുള്ള ടോക്കൺ ഡെപ്പോസിറ്റ് അടക്കുന്നു, കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടി എൻട്രൻസ് കമ്മീഷണർക്ക് അടക്കാനുള്ള ഫീസ് അടച്ച് ജോയിൻ ചെയ്താൽ മാത്രമാണ് സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഔട്ടായി പോകും കേട്ടോ. അത് ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് മേ ബി മോപ്പപ്പ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ സ്പോട്ടിലോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസിയോ അങ്ങനെ എന്തെങ്കിലും എൻട്രൻസ് കമ്മീഷൻ നടത്തുവാണെങ്കിൽ മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അങ്ങനെ 2023 വരെ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു, ചെയ്യായിരുന്നു. 24 എൻട്രൻസ് കമ്മീഷൻ എന്താണ് തീരുമാനിക്കണമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കുട്ടി എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസ് അടച്ച് ജോയിൻ ചെയ്താൽ മാത്രമാണ് പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ ഒരു സമയത്ത് വരും. ആ ഒരു സമയത്ത് എൻട്രൻസ് കമ്മീഷണർ നിങ്ങളോട് മെൻഷൻ ചെയ്യും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് ആ ഒരു സെക്കൻഡ് ഫേസിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ,
പ്രത്യേകിച്ച് സോറി ഓക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ഞാനിപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 2023 നോട്ടിഫിക്കേഷൻ എടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സെക്കൻഡ് ഫേസിന് മുമ്പുള്ള ഓപ്ഷൻ കൺഫർമേഷനും പറയുന്നുണ്ട്. അത് ആ ഒരു ടൈമിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻട്രൻസ് കമ്മീഷൻ അടക്കാനുള്ള ഫീസ് അടച്ച് ടോക്കൺ ഡെപ്പോസിറ്റ്, അതായത് ടോക്കൺ ഡെപ്പോസിറ്റ് അടിച്ച് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലേ അത് കോളേജിൻ്റെ വെബ്സൈറ്റ് നോക്കണം കേട്ടോ. അതെടുത്ത് ഞാൻ പറയുവാണ്. ഏത് കോളേജ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ആണെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് ചെല്ലേണ്ടത് കേട്ടോ. എസ്പെഷ്യലി ബോണ്ട്, പിന്നെ നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മളുടെ എനിക്ക് എഞ്ചിനീയറിങ്ങിനാണ് നിർബന്ധം, MBBS നിർബന്ധമുള്ളത് നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ്. അത് നിർബന്ധമാണെന്ന് ചോദിച്ചാൽ MBBS കുട്ടികൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് എടുത്ത് വെക്കാൻ പറ്റുന്നവരെ അത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കേട്ടോ. കാരണം നമ്മൾ ലാബിലൊക്കെ കയറണല്ലേ, അപ്പം നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. വാക്സിനേഷൻ എടുക്കാത്തവർ എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.